ഹായ് ഓൾ, ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഈ ടേസ്റ്റി കസ്റ്റേർഡ് കുനാഫ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഈ പുഡിങ്ങിന് നമ്മൾ കുനാഫ ഡോ അല്ല എടുക്കുന്നത്, തിന്നായിട്ടുള്ള സേമിയാണ് എടുക്കുന്നത്. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സേമിയനെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. മാക്സിമം ചെറുതാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈ സേമിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി തുടങ്ങിയാൽ ഇതിലോട്ടേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പറ്റുമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൈയെടുക്കാതെ തന്നെ ചെയ്യണേ. ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. നമുക്ക് സേമിയ ഒരു ക്രഞ്ചി ഫീലിംഗ് കിട്ടണം, അത്രേ വേണ്ടൂ. ഇതിപ്പോൾ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് മിക്സ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ടൊരു ബൗളിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ പക്കലുള്ള പാലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് വേണ്ടത്, അത്യാവശ്യം ലൂസായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കുനാഫയിലോട്ടിട്ടുള്ള കസ്റ്റേർഡ് ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ സോസ് പാനാണ് എടുത്തത്. ഇനി ഈ സോസ് പാനിലോട്ടേക്ക് നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 കപ്പ് മിൽക്ക് ഉണ്ടാവും. നമ്മൾ നേരത്തെ കുറച്ച് കസ്റ്റേർഡ് മിക്സിന് എടുത്തല്ലോ മിൽക്ക്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3/4 ഭാഗം ചൂടായാലും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത കസ്റ്റേർഡ് മിക്സ് ഇല്ലേ, അത് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും, കാരണം ഇതിൽ കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്തിട്ടല്ലോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുഡിങ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടി തിക്കായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത റോസ്റ്റ് ചെയ്ത സേമിയ മിക്സില്ലേ, അത് ഇതിലോട്ടേക്ക് ചേർക്കാം. ഇനി ഇതിനൊരു ഗ്ലാസ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കസ്റ്റേർഡ് മിക്സ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ഒറ്റ ലെയറിൻ്റെ തിക്നെസ് തന്നെ വേണ്ടൂ. സേമിയ കംപ്ലീറ്റ് കവർ ആവുന്ന പോലെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് തേർഡ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സേമിയ മിക്സ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ, കസ്റ്റേർഡിനെ കാണാൻ പാടില്ലേ. ഇനി നമുക്ക് ഫോർത്ത് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കസ്റ്റേർഡ് മിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. അത് നല്ലപോലെ സേമിയനെ കവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണേ. ഇനി നമുക്കിതിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത സേമിയ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചെയ്യുന്നതല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ടൈപ്പിലൊക്കെ ചെയ്യാം കേട്ടോ. ഇനി സേമിയൻ്റെ താഴെ ഞാൻ കുറച്ച് പിസ്താഷ്യോ ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്താഷ്യോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണേ. ഇതിൻ്റെ കൂടെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ പിസ്താഷ്യോ കടിക്കുമ്പോൾ. ഇനി ഇതിനൊരു 3 to 5 അവർ നമുക്ക് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ കസ്റ്റേർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ വീഡിയോ കണ്ടു ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും ഓണാക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ.